ഓം ശാന്തി. ദൃഷ്ടിദോഷമേൽക്കുക, കണ്ണ് തട്ടുക, ശാപമേൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ? അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളെ ശപിക്കാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് എൻ്റെ അടുത്തൊരു സഹോദരൻ ചോദിച്ചിരുന്നു. ഇത് ഒരാൾ മാത്രമല്ല, പലരും പല സ്ഥലങ്ങളിലായി ചോദിച്ച കാര്യമായതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് മുന്നേ വൈറ്റ് മാജിക്, ബ്ലാക്ക് മാജിക് എന്ന പേരിൽ ഇതിനെക്കുറിച്ചൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി അതിനൊരു ക്ലാരിഫിക്കേഷൻ, അതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൃഷ്ടിദോഷം ഏൽക്കുക എന്ന് വെച്ചാൽ ഒരാൾ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? കണ്ടതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഒരാൾ കാണുക എന്ന് വെച്ചാൽ എന്താണ് ആ പ്രക്രിയ? ഈ ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാണാനുള്ളതായിരിക്കുന്ന യാതൊരു ശക്തിയും ഇല്ല. മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിക്ക് മറ്റൊരാളെ നോക്കാനോ കാണാനോ സാധിക്കുന്നില്ല. മീൻസ് ഈ കണ്ണുകൾക്ക് ആരെയും കാണാനായിട്ട് സാധ്യമല്ല. ഈ കണ്ണുകൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന ആത്മാവ് ഈ കണ്ണുപയോഗിച്ചുകൊണ്ട് കാണണം. അപ്പോൾ കാഴ്ച എപ്പോഴാണ് നമുക്ക് നല്ലതും ചീത്തയൊക്കെ ആവുന്നത്? കാണുന്ന ആളുടെ മനസ്സിൽ ആ സമയത്തുണ്ടാകുന്ന സങ്കല്പധാര എന്താണോ ആ സങ്കല്പമാണ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ചില ആളുകളുടെ നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും. ജന്മജന്മാന്തരമായിട്ടുള്ള കർമ്മദോഷങ്ങൾ കൊണ്ടാവാം, അഥവാ ആ സമയത്തുണ്ടാകുന്ന അവരുടെ ചിലപ്പോൾ ആ മൊമെൻറ്റിൽ അവർക്കുണ്ടാവുന്നതായിരിക്കുന്ന നെഗറ്റീവ് എനർജി സ്ട്രോങ് ആയി നിൽക്കുന്ന സമയമാവാം. ഇങ്ങനെ ഏതെങ്കിലും സമയത്ത് എൻ്റെ മനസ്സിൽ നിന്നൊരു സങ്കല്പം പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒഴുകുന്നതായിരിക്കുന്ന എനർജി നെഗറ്റീവാണ് ഒഴുകുക. ആ എനർജി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നു, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നു. ഞാൻ ഓർത്തു പോകും, ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ആരംഭ കാലഘട്ടം, ആദ്യത്തെ 14 വർഷ കാലഘട്ടം പുറം ലോകമായിട്ട് അധികം ബന്ധമില്ലാത്ത രീതിയിൽ ബ്രഹ്മബാബയും മക്കളും തപസ്സനുഷ്ഠിച്ചിരുന്ന കാലഘട്ടം. അന്ന് ആർക്കെങ്കിലുമൊക്കെ അസുഖം വന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോവില്ലായിരുന്നു. പകരം ബാബ അവരടുത്ത് പോയിട്ട് മോൾക്ക് വയറുവേദനയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ബാബ ആ കുട്ടിയെ നോക്കിയാൽ ആ വയറുവേദന അങ്ങ് പോവുമായിരുന്നു. ദൃഷ്ടി കൊണ്ട് അസുഖം മാറിയിട്ടുണ്ട്. പലപ്പോഴും പല മഹാത്മാക്കളുടെയും കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ അസുഖം ആർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുരു ശിഷ്യനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശിഷ്യൻ്റെ അസുഖം അങ്ങ് മാറിപ്പോയി. നിനക്ക് കണ്ണിന് കാഴ്ചയില്ലാന്നോ എന്ന് പറഞ്ഞിട്ട് തുളസീദാസ് ഒരു ശിഷ്യനെ, ഒരാളെ ഞാൻ തുളസീദാസിൻ്റെ കഥയിൽ വായിച്ചതാണ്, രാമചരിതമാനസ് എഴുതായിട്ടുള്ള തുളസീദാസ്. അദ്ദേഹം അങ്ങനെ നടന്നു പോകുമ്പോൾ എതിരെ വന്നൊരാൾ അശ്രദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ മേലിങ്ങനെ തട്ടുകയാണ്. തട്ടുമ്പോൾ ചോദിക്കും, നിനക്കൊന്ന് ശ്രദ്ധിച്ച് നടന്നുകൂടെ, ഇതെന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. തുളസീദാസ് ആ സമയത്ത് രാമൻ്റെ ഓർമ്മയിലെല്ലാം ഒഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇടിച്ച വ്യക്തി പറയുകയാണ്, നോക്കി നടക്കാനോ? അങ്ങ് മഹാത്മാവല്ലേ, കണ്ണുള്ളവനല്ലേ, കാണാൻ പറ്റൂ, എനിക്ക് എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഞാൻ മഹാത്മാവാണെന്ന് പിന്നെ നീ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അങ്ങയുടെ സ്പർശനം കൊണ്ട് ഞാൻ അനുഭവിച്ച സുഖമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് മഹാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കണ്ണില്ല, പിന്നെ എങ്ങനെ എനിക്ക് കാണാൻ പറ്റുക? ആരാ പറഞ്ഞത് നിനക്ക് കണ്ണില്ല എന്ന്? നീ വെറുതെ പറയല്ലേ, നീ ഒന്ന് നോക്കി നോക്ക് എന്ന് തുളസീദാസ് പറഞ്ഞു പോലും. ഉടനെ അയാൾ നോക്കിയപ്പോൾ പതുക്കെ ആ മൂടൽ മാറി ദൃശ്യം ക്ലിയറായിട്ട് കണ്ടിട്ട് അയാൾ, ഓ എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടിയേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നു. ചുറ്റും നോക്കുമ്പോൾ തുളസീദാസ് അങ്ങ് ദൂരെ നടന്നെത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞതായിട്ടുള്ള തുളസീദാസിൻ്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. മഹാത്മാക്കളുടെ പലരുടെയും ദൃഷ്ടി കൊണ്ട് മനുഷ്യന്മാരുടെ അസുഖങ്ങൾ മാറിയതായിട്ട്, മനുഷ്യന്മാർക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടിയതായിട്ട്, സങ്കടങ്ങളിൽ നിന്ന് നിവാരണം വന്നതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൃഷ്ടി കൊണ്ട് അനുഗ്രഹം കിട്ടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ഒരമ്മ കുഞ്ഞിനെ നോക്കുമ്പോൾ ആ വാത്സല്യം നിറഞ്ഞതായിരിക്കുന്ന കണ്ണുകൾ കുഞ്ഞിൻ്റെ മനസ്സിലെ ഭയത്തിന് നിഷ്കാസനം ചെയ്യുമെങ്കിൽ, ഒരു സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ നിറഞ്ഞതായിട്ടുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ സുഖം ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ, കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്തിൽ തീർച്ചയായിട്ടും എനർജിയുടെ ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നെഗറ്റീവായിട്ടും ഫലിക്കാം. എൻ്റെ ഉള്ളിൽ നിന്ന് അസൂയയും ഈർഷ്യയും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ എൻ്റെ എനർജിയിലെ ഓറ നെഗറ്റീവായിരിക്കുന്ന സമയത്ത് ഞാനൊരു വ്യക്തിയെ നോക്കിയിട്ട് അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അതിശയിച്ചു പറഞ്ഞാലോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞാലോ എൻ്റെ ഊർജം നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് പ്രഭാവം ഉണ്ടാക്കിയെങ്കിൽ നെഗറ്റീവും അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ
നിങ്ങൾക്കറിയോ, ഒരിക്കൽ ഒരു സൂര്യൻ്റെ കിരണം വന്ന് വീഴുന്ന സമയത്ത് ആ സൂര്യൻ്റെ കിരണത്തിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പഞ്ഞിയിലോ പേപ്പറിലോ വീഴ്ത്തുകയാണെങ്കിൽ അതിന് നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും. പക്ഷെ സൂര്യപ്രകാശത്തിന് ലെൻസ് വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പാറപ്പുറത്ത് വീഴ്ത്തിയാൽ പാറ കത്താറില്ല. അതുകൊണ്ട് കത്തുന്നതും ഏൽക്കുന്നതും എൻ്റെ മേലെ അതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നത് എൻ്റെ ഓറയുടെ, എൻ്റെ എനർജിയുടെ ആധാരത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ പോസിറ്റീവ് എനർജി ഹൈലി പവർഫുൾ ആണെങ്കിൽ, നമ്മുടെ ഓറ എല്ലാ സമയത്തും നമുക്ക് ചാർജ്ഡ് ആക്കി വെക്കാൻ സാധിക്കുമെങ്കിൽ യാതൊന്നിൻ്റെയും പ്രഭാവം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സാധിക്കും. നോർമൽ തോട്ട്സിലേക്ക് പോകുമ്പോൾ 4 ടൈപ്പ് ഓഫ് തോട്ട്സാണ് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്നത്. പോസിറ്റീവ്, നെഗറ്റീവ്, വേസ്റ്റ് ആൻഡ് നെസസറി തോട്ട്സ് എന്ന് പറയും. പോസിറ്റീവ് ആൻഡ് പവർഫുൾ തോട്ട്സ് ആണെങ്കിൽ അവരുടെ ഓറ ബ്രൈറ്റ് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിലും ബ്രൈറ്റ് ആയിരിക്കും, പവർഫുൾ ആയിക്കൊള്ളണമെന്നില്ല. അതേസമയം സാധാരണ സങ്കല്പങ്ങൾ അഥവാ വേസ്റ്റ് തോട്ട്സോ നെസസറി തോട്ട്സ് ആണെങ്കിൽ, സാധാരണ സങ്കല്പങ്ങളിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഓറയുടെ പ്രഭാവം കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ച്, എൻ്റെ തോട്ട്സിൻ്റെ എനർജിയുടെ ലെവൽ അനുസരിച്ചാണ് അത് എന്നെ ബാധിക്കുന്നത് എന്ന് മാത്രം. അതുകൊണ്ടാണ് പല പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യം ചെയ്യുന്നവരും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് അവരുടെ അവസ്ഥ കുറച്ച് വീക്കായിട്ടുണ്ടാവാം, അവരതിൽ കെയർഫുൾ അല്ലാതിരിക്കുന്ന, കെയർലെസ് ആയിരിക്കുന്ന സ്റ്റേജ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് ആ സമയത്ത് ഏൽക്കുന്നത്. അതേസമയം അങ്ങനെ ഒരു എനർജിയുടെ എഫക്റ്റ് എനിക്കുണ്ടായി എന്ന് ഫീൽ ചെയ്യുകയും അതനുസരിച്ച് പവർഫുള്ളായിരിക്കുന്ന പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുകയും എനർജി റിസീവ് ചെയ്യുകയും ഓരേ പവർഫുള്ളാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാനും സാധിക്കുന്നതേ ഉള്ളൂ. അതിന് നമ്മുടെ ചക്രങ്ങളെ ചാർജ് ചെയ്യുന്നതായിട്ടൊരു മെഡിറ്റേഷൻ, ഓറ ക്ലീനിങ് മെത്തേഡ് എന്തായിട്ടുള്ളൊരു മെഡിറ്റേഷൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഓറയെ പവർഫുള്ളാക്കുകയാണെങ്കിൽ ഇത്തരം ദോഷങ്ങളിൽ നിന്ന് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പിന്നെ ശാപം ഫലിക്കുമോ എന്നുള്ളത്, ഇത് തന്നെയാണ് ശാപത്തിൻ്റെ പിന്നിലൊരു രഹസ്യം. ഒരാൾ നിങ്ങളുടെ അടുത്ത് വെറുതെ നീ അങ്ങനെയായി പോട്ടെ, ഇങ്ങനെയായി പോട്ടെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒന്നും നമുക്ക് ഏൽക്കില്ല. മലയാളത്തിൽ ഒരു ചൊല്ലു പറയാറില്ലേ, കാക്ക പ്രാഗിയിട്ട് പോത്ത് ചാവാറില്ല എന്ന്, കാരണന്മാരുടെ ഭാഷ. അതായത് പോത്തിൻ്റെ മേലിരിക്കുന്ന പ്രാണീനെ കൊത്തി തിന്നാൻ കാക്ക ശ്രമിക്കുമ്പോൾ പോത്ത് വാലുകൊണ്ടടിക്കും, ചെവി കൊണ്ട് ഇളക്കും. ഓ, ഇതെന്ത് ജന്തു, എൻ്റെ അന്നം തിന്നാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നീ ചത്തുപോട്ടെ എന്ന് കാക്ക പറഞ്ഞതുകൊണ്ട് പോത്ത് ചാവില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ കർമ്മത്തിൽ മോശമല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങൾ അങ്ങനെയായി പോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഫലിക്കില്ല. പക്ഷേ ഫലിക്കുക, യഥാർത്ഥ ശാപം എന്താണെന്ന് അറിയോ? മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് അങ്ങനെയാവട്ടെ ഇങ്ങനെയാവട്ടെ എന്നൊന്നും പറയണ്ട, പക്ഷേ ഉള്ളിൽ ഏറ്റവും മുറിവിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു അകത്തെ കണ്ണീരുണ്ടല്ലോ, ആ പ്രവാഹം നിങ്ങളുടെ അടുത്തേക്ക് പ്രവാഹമായി തന്നെ വരും. അതാണ് വലിയ ശാപം. അതുകൊണ്ട് ഒരാൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇങ്ങനെയായി പോട്ടെ എന്ന് ശപിക്കുമെന്ന് പേടിക്കേണ്ട. പക്ഷെ നിങ്ങളുടെ കർമ്മം കൊണ്ട് ഒരാളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. ആ വേദന ശാപാവും. അതുകൊണ്ട് നമുക്ക് സുഖം കൊടുക്കാം, സുഖമെടുക്കാം, സദാ ആശീർവാദത്തിൻ്റെ ഊഞ്ഞാലിലാടിക്കൊണ്ട് ജീവിതത്തെ സന്തോഷപ്രദമാക്കാം. ഓം ശാന്തി.